ഇന്ന് ലോക വനദിനം. മരങ്ങൾ മുറിക്കാതിരിക്കുക എന്നത് മാത്രമല്ല, കഴിയുന്നത്ര മരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ദിനം. കൊടും ചൂടും വരൾച്ചയും വെള്ളപ്പൊക്കവും കാലം തെറ്റി പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനം കണ്ടു തുടങ്ങിയിട്ട് കുറേയേറെയായി. സൂര്യനെയോ മഴയെയോ കാലാവസ്ഥയോ പഴിച്ചിട്ട് കാര്യമില്ല. പഴി പറയേണ്ടത് നമ്മളെ തന്നെ. ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന വനസമ്പത്ത് തന്നെയാണ് ഇതിനൊക്കെ കാരണം. കാലങ്ങളായുള്ള വനനശീകരണവും വനചൂഷണവുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ. കാലാവസ്ഥാ മാറ്റം ജലത്തിന്റെ ഒഴുക്കിലും ജലവിഭവങ്ങളുടെ ലഭ്യതയിലും മാറ്റം വരുത്തുന്നു. ലോകത്തിന്റെ മൂന്നിലൊരു ഭാഗമായ നഗരങ്ങളിലേക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നത് സംരക്ഷിക്കപ്പെട്ട വനമേഖലയിൽ നിന്നാണെന്ന് നമ്മൾ മറന്നുപോകരുത്. ലോകത്തിൽ 10-8 പേർ ജലക്ഷാമം നേരിടുന്നുവെന്നാണ് കണക്കുകൾ. ഭൗമോപരിതലത്തിലെ 80% ജീവിവർഗങ്ങളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് വനം. ഓരോ വർഷവും 13 മില്യൺ ഹെക്ടർ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കണക്കുകളുണ്ട്. 12 മുതൽ 20% വരെ ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനും വനനശീകരണം കാരണമാകുന്നു. നശിക്കുന്നത് വനം മാത്രമല്ല, ജലസംഭരണികൾ കൂടിയാണ്. 2012 നവംബർ 28-ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിലാണ് മാർച്ച് 21 ലോക വനദിനമായി ആചരിക്കാൻ തീരുമാനമായത്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന മാനുഷിക ഇടപെടലുകളിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് വർഷം തോറും ആചരിക്കുന്ന ഈ ദിനത്തിന്റെ പ്രധാന ഉദ്ദേശം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും ഉണ്ടാക്കുന്ന ദുരന്ത ഫലങ്ങൾ എല്ലാ വനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. വനദിനത്തിൽ മാത്രമല്ല, പറ്റുമ്പോഴൊക്കെ മരങ്ങൾ നടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാടുകളുടെയും മരങ്ങളുടെയും പ്രാധാന്യത്തെയും ഗുണങ്ങളെപ്പറ്റിയും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബോധവൽക്കരണം നൽകുകയും വേണം. മരങ്ങൾ നട്ട് വനത്തിന്റെ മഹത്വം മനസ്സിലാക്കി പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിച്ച് വരും തലമുറയും വളരട്ടെ. ന്യൂസ് ഡെസ്ക്, അമൃത TV.